അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നിരുന്നു. ശ്വാസോച്ഛ്വാസവും കൂടിക്കൂടി വന്നു. അല്പം മാത്രം ഇടമുള്ള ഇരുമ്പ് പേടകത്തിനുള്ളിൽ പേടിച്ചരണ്ട നിലയിലായിരുന്നു അവളപ്പോൾ. കൃത്യമായി പറഞ്ഞാൽ മോസ്കോയിലെ തെരുവിൽ നിന്ന് 2000 മൈൽ ഉയരത്തിൽ അങ്ങ് ബഹിരാകാശത്ത്. അവളെ നമ്മൾ അറിയും, അറിയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അവളാണ് ലെയ്ക്ക. അതെ, ഭൂമിയുടെ ഓർബിറ്റിലെത്തിയ ആദ്യത്തെ ജീവി ലെയ്ക്ക. അവൾ ഒരു പരീക്ഷണ വസ്തു മാത്രമായിരുന്നു. ശൂന്യാകാശം എന്ന അജ്ഞാത ലോകത്തെ നിഗൂഢ രഹസ്യങ്ങൾ അറിയാനുള്ള പരീക്ഷണങ്ങളിൽ ഒന്ന് മാത്രം. 1957 നവംബർ 3 അവരുടെ അവസാന യാത്ര. തൻ്റെ ജീവൻ ഇതോടെ അവസാനിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം അറിയാതെ ജീവനുള്ള ഒരു പരീക്ഷണ വസ്തുവായി ലെയ്ക്ക ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നു. അന്ന് വരെ ഭൂമിയിലിരുന്ന മനുഷ്യൻ ഭാവനയിൽ കണ്ട എല്ലാ ബഹിരാകാശ സങ്കല്പങ്ങളെയും കാഴ്ചകളെയും ബഹുദൂരം പിന്നിലാക്കിയായിരുന്നു അവരുടെ ബഹിരാകാശ യാത്ര. ശീതസമരകാലത്തെ അമേരിക്ക സോവിയറ്റ് യൂണിയൻ മത്സരത്തിന്റെ ഇര കൂടിയായിരുന്നു ലെയ്ക്ക. ശാസ്ത്ര ഗവേഷണത്തിൽ അമേരിക്ക മുന്നിലെത്താനുള്ള സോവിയറ്റ് യൂണിയന്റെ മത്സരത്തിന് രക്തസാക്ഷി കൂടിയായിരുന്നു അവൾ. ബഹിരാകാശ പര്യവേക്ഷണങ്ങളും ഗവേഷണങ്ങളും വൻ ശക്തിയായി സോവിയറ്റ് യൂണിയൻ വളർന്നുകൊണ്ടിരുന്ന കാലം. 1957 ഒക്ടോബറിലായിരുന്നു ലോകത്തെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 വിക്ഷേപണം. എന്ത് വില കൊടുത്തും ബഹിരാകാശത്ത് ആളെ അയക്കാൻ സോവിയറ്റ് യൂണിയൻ തീരുമാനിച്ചു. പരീക്ഷണത്തിൽ ജീവനോടെ തിരിച്ചെത്തുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലം. അങ്ങനെയാണ് ഒരു നായി അയക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. മോസ്കോയിലെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായകളെയായിരുന്നു ആദ്യ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തത്. സോവിയറ്റ് ബഹിരാകാശ ശാസ്ത്രജ്ഞരായ വ്ളാഡിമിർ യാസ്ഡോവ്സ്കിയും ഒലെഗ് ഗാസൻകയും ചേർന്നാണ് നായകൾക്ക് പരിശീലനം നൽകിയത്. അവസാന ഘട്ടത്തിൽ 3 നായ്ക്കളാണ് സ്പുട്നിക് 2 വേണ്ടി റഷ്യൻ ശാസ്ത്രജ്ഞർ പരിശീലിപ്പിച്ചത്. ലെയ്ക്ക കൂടാതെ അൽബീന, മുഷ്ക എന്നീ 2 നായ്ക്കളും മോസ്കോ റിസർച്ച് സെന്ററിൽ പ്രത്യേക പരിശീലനം നൽകിയിരുന്നു. And Algina. These dogs were especially trained with special equipment for their space travel. എന്നാൽ അവസാന ഘട്ടത്തിൽ ലെയ്ക്ക മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. The choice fell on Laika because she showed better aptitudes during preliminary tests. ലോകത്തെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 2 ലെയ്ക്കയുടെ യാത്ര. യാത്രയ്ക്ക് മുന്നോടിയായി അവളുടെ ശരീരത്തിൽ സ്പേസ് സ്യൂട്ടും ധരിച്ച് പലതരം യന്ത്രങ്ങളും ഘടിപ്പിച്ച് ഒരു ചെറിയ കൂട്ടിൽ അവളെ ഇരുത്തി. നവംബർ 3 രാവിലെ മോസ്കോ സമയം 5:30 അവളെയും കൊണ്ടുള്ള വാഹനം ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നു. മിനിറ്റുകൾ കൊണ്ട് ഭൂമിയെ വലം വെച്ച് അവൾ ജീവനോടെ ഓർബിറ്റിലെത്തി. ഭൂമിയുടെ ഓർബിറ്റിലെത്തുന്ന ആദ്യ ജീവി എന്ന ഒരിക്കലും തകർക്കപ്പെടാത്ത ഒരു ചരിത്രവും തൻ്റെ പേരിൽ എഴുതി ചേർത്തു. ഉപഗ്രഹം ഓർബിറ്റിലെത്തുന്നതുവരെ ലെയ്ക്കയുടെ ശരീരത്തെ ഇലക്ട്രോഡുകൾ അവരുടെ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഉപഗ്രഹവുമായുള്ള ആ ബന്ധം നിലച്ചു. സ്പുട്നിക് 2 ഭൂമിയെ വീണ്ടും കറങ്ങിക്കൊണ്ടിരുന്നു. 162 ദിവസത്തെ കറക്കത്തിനൊടുവിൽ 1958 ഏപ്രിൽ അത് കത്തിയമർന്നു. ഒപ്പം ലെയ്ക്കയും. പേടകത്തിലെ അമിതമായ ചൂടോ അല്ലെങ്കിൽ ഓക്സിജന്റെ കുറവോ ആയിരിക്കാം മരണകാരണം. റഷ്യയുടെ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിൽ യാത്രാ സമയത്ത് ലെയ്ക്കയുടെ ശ്വസനഗതിയുടെ പ്രിന്റുകൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലെയ്ക്ക എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകും അല്ലേ? ബഹിരാകാശ ലോകത്ത് ഒരിറ്റ് ജീവനായി അവൾ എന്തുമാത്രം പിടഞ്ഞു കാണും, എന്തുമാത്രം ഉറക്കെ കരഞ്ഞു കാണും. ലെയ്ക്കയ്ക്ക് ശേഷം പല ജീവികളും ബഹിരാകാശ യാത്ര നടത്തി. ചിലർ തിരിച്ചെത്തി, എന്നാൽ ചിലർ തിരിച്ചെത്തിയില്ല. ലെയ്ക്കയെ അയച്ചതിനു ശേഷം 4 വർഷങ്ങൾക്കിപ്പുറം സോവിയറ്റ് യൂണിയൻ ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ചു. 1961 ഏപ്രിൽ 12 ലോകത്തെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായി അങ്ങനെ യൂറി ഗഗാറിൻ ചരിത്രത്തിൽ ഇടം പിടിച്ചു.